ഹലോ, ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? നല്ല നാടൻ കണമ്പും പറഞ്ഞ മീൻ പാല് പിഴിഞ്ഞ് വെച്ച കറിയാണ്. ഇതെൻ്റെ അമ്മയുടെ ഒരു റെസിപ്പിയാണ്. കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ നല്ല ഫ്രഷ് കണമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സായിട്ട് നമുക്ക് ആ കണമ്പിനെ ക്ലീൻ ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതിന് ഞാൻ ചുവന്നുള്ളി മാത്രമാണ് ഉപയോഗിച്ചേക്കുന്നത്. ഒരു 1.5 കപ്പോളം ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത് നമുക്ക് ആ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒത്തിരി ഒന്നും ബ്രൗൺ ആവണ്ട. ജസ്റ്റ് അതിൻ്റെ ആ ചുവന്നുള്ളിയുടെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ആ ചുവന്നുള്ളിയുടെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 പച്ചമുളക്, അതും നല്ല കുഞ്ഞിതായിട്ട് അരിഞ്ഞത് ചേർത്ത് നമുക്ക് ആ ചെറിയ ഉള്ളിയുടെ കൂടെ തന്നെ അതിനെ വഴറ്റിയെടുക്കണം. അത് ഞാൻ പറഞ്ഞല്ലോ, അധികം ബ്രൗൺ ആക്കുന്നവരെ വഴറ്റണ്ട. ഏകദേശം ഒരു 2-3 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 5 മിനിറ്റ്സ് അതിൻ്റെ ലൈറ്റ് ബ്രൗൺ ആവണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലയും നന്നായിട്ട് അതിനകത്ത് കിടന്ന് വഴന്ന് വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിനകത്ത് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, അത്രയും ഇട്ട് കൊടുത്തു. അപ്പം പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ തീ കുറച്ചിട്ട് വേണം അതിനെ വഴറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീ മീഡിയം ആക്കിയിട്ട് വേണം നമ്മൾ മസാലപ്പൊടികൾ ആഡ് ചെയ്യാൻ. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. എല്ലാവരും ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാലയിലെല്ലാം ഉപ്പും എല്ലാം പിടിച്ചിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് അതിനെ ഒരു ചെറിയ തീ തന്നെ ഇങ്ങനെ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തോട്ട് ഞാൻ ഒരു നാളികേരത്തിൻ്റെ 2ാം പാല്, അത് കുറച്ച് നീട്ടത്തിലിട്ടത്. നമ്മൾ ബ്രെഡിൻ്റെ കൂടെ ആണ് ഈ ഡിഷ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ ബ്രെഡ് കൂട്ടി കഴിക്കാനുള്ളതുകൊണ്ട് ഇതിന് കുറച്ച് ചാറ് കുറച്ച് നീണ്ട് വേണം, തീരെ ഡ്രൈ ആയിട്ട് ഇരിക്കരുത്. പിന്നെ ആ തേങ്ങാപ്പാലിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ വിനീഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ആ മീൻകറിയുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ വൃത്തിയാക്കി വെച്ച 2 കണമ്പ് മീൻ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് അതിനെ വീണ്ടും തിളപ്പിച്ച് ഒന്ന് നന്നായിട്ട് തിള വരുമ്പം ഒരടപ്പ് വെച്ചിട്ട് നമുക്കതിനെ മൂടി ഒരു 5 to 7 മിനിറ്റ്സ് അതിനെ കുക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ തേങ്ങാപ്പാലിലും അരപ്പിലും ചെറിയ ഉള്ളിയിലും എല്ലാം കിടന്ന് അത് നന്നായിട്ട് വെന്ത് ചാറൊക്കെ ഒരുമാതിരി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തലപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. ആ തേങ്ങയുടെ 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നല്ലതായിട്ട് കുറുകി കിട്ടും. ഇപ്പം നോക്കൂ, അതിൻ്റെ ആ ഗ്രേവി ഞാനൊരു 1/2 hour കഴിഞ്ഞ് എടുത്തപ്പോൾ ആ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒരു പ്ലേറ്റിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഇത് ബ്രെഡിൻ്റെ കൂടെയാണ് നല്ല കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുമല്ലോ. എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കണേ.